അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തയുടെ പണ്ഡിതനായ കക്കുപ്പടി മുസ്ലിയാർ ഇന്നലെ പുളിക്കലിൽ നടന്ന പ്രോഗ്രാമിൽ മുജാഹിദ് ബാലുശ്ശേരി സമസ്ത മുസ്ലിയാക്കന്മാരൊക്കെ വിഡ്ഢികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെന്റിമെന്റ്സ് രീതിയിൽ സംസാരിക്കുന്ന ഒരു രംഗം കണ്ടു. അദ്ദേഹം അവിടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നാടെന്നുള്ള പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ എന്തൊക്കെയാണ്? ഇവർ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രമുഖനായ പണ്ഡിതൻ സമസ്തന്റെ ആലിമീങ്ങളെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം കേൾക്കും നിങ്ങൾ. സമസ്തന്റെ പണ്ഡിതന്മാരൊക്കെ വിഡ്ഢികളാണ്, വളരെ മോശമായി കൊണ്ട് പറയുന്ന ശൈലി ഒന്ന് കേൾക്കും നിങ്ങൾ. ആരാണ് നിന്നോട് ചോദിച്ചാൽ സമസ്തയിലെ മുസ്ലിയാക്കന്മാരാണ്. ലോകത്ത് യുക്തിവാദികളെക്കാൾ, ലോകത്തെല്ലാ വർഗത്തെക്കാളും ഏറ്റവും തലച്ചോറ് നഷ്ടപ്പെട്ട വർഗം ഈ പറഞ്ഞ സമസ്തയിലെ മൂല്യന്മാർ. എനിക്ക് അതിലൊരു സംശയമില്ല. എന്റെ കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലോകത്ത് ഏറ്റവും നിന്ദ്യരാണെന്ന് ചോദിച്ചാൽ അത് ഈ വർഗമാണ്. ഞാൻ 1000 വട്ടം എന്നെ കൊന്നാലും വെട്ടി നുറുക്കിയാലും ബോംബിട്ട് തകർത്താലും ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഇവിടുത്തെ വേറെ ആരും അത്ര വലിയ ശത്രുവല്ല. ഉസ്താദുമാർ നമ്മളെ, അത് അള്ളാഹ് പറഞ്ഞു സൂറത്ത് തൗബ, എന്റെ വകയല്ല, 34 അതിൽ പറയുന്നത് എന്താണ്? ഇന്ന കസീറൻ മിനൽ ലഹ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടത്രേ സമസ്തയാണത്ര ഏറ്റവും വലിയ വിഡ്ഢികളെന്ന്. ഇയാൾക്ക് അങ്ങനെയാണ് ആയത്താണ്ട് ഓത എന്തേലും അർത്ഥം വെക്കുക. പണ്ട് നാട്ടികസ്ഥാന പറയാറുണ്ട്, മുജാഹിദീങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറയും. തെളിവ് വെച്ചാൽ പറയും ഇന്നാഴത്തേനാക്കൽ കൗസർ. അതും ഈ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ട് എന്താ ബന്ധമുള്ളത്? മുസ്ലിയാക്കന്മാർ വിഡ്ഢികളാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിന്റെ ഒരു തെളിവ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി. നാട്ടിക മൂസ മുസ്ലിയാർ ഇവരെ വിഡ്ഢികളാക്കി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കക്കുപ്പടിയിൽ നിന്ന് കേട്ടത്. എന്താണ്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് തെളിവായി മുജാഹിദുകളോട് ചോദിച്ചാൽ അവർ പറയും ഇന്നാ അത്തൈനാക്കൽ കൗസർ, ഈ ആയത്തോതും എന്നാ പറയുന്നത്. എന്നിട്ട് മൂപ്പർ ചോദിക്കുകയാണ് ഇതും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. നാട്ടിക മൂസ മുസ്ലിയാർ നിങ്ങളെ വിഡ്ഢികളാക്കിയതാണ് മുസ്ലിയാരെ. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ മുജാഹിദുകൾ എവിടെയെങ്കിലും ഈ ആയത്തോതിക്കൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇത് തെളിവാണ് എന്ന് പറഞ്ഞത്? മുസ്ലിയാക്കന്മാർ കാലങ്ങളായി സമൂഹത്തെ ഇങ്ങനെ തന്നെയാണ് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളുടെ പേരിൽ കള്ളത്തരങ്ങൾ പറയുക, മുജാഹിദുകൾ പറയാത്ത കാര്യങ്ങൾ മുജാഹിദിന്റെ പേരിൽ വെച്ച് കെട്ടി പറയുക. അതുകൊണ്ട് തന്നെയാണ് ബാലുശ്ശേരി ഇങ്ങനെ പറഞ്ഞത് എന്നത് ശരിക്കും ബോധ്യപ്പെടുകയാണ്. ആയത്തോതിക്കൊണ്ട് നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്നു സമസ്തന്റെ പണ്ഡിതന്മാർ വിഡ്ഢികളാണ്. കേട്ടില്ലേ? ഇതിനെക്കുറിച്ച് ഞാനൊരു കമന്റും പറയുന്നില്ല. പൈവേളികയിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരി അന്ന് നടത്തിയ ആ സംസാരത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. കേട്ട് കഴിഞ്ഞാൽ ഈ കക്കുപ്പടി അടക്കമുള്ള മുസ്ലിയാക്കന്മാർ അങ്ങനെ തന്നെയാണോ എന്ന് നമ്മളും സംശയിക്കും. ആ ഒരു രൂപത്തിലാണ് ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി മുസ്ലിയാർ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്ക് അള്ളണ്ട്, അല്ലാഹ് മതി, ഹസ്ബി അല്ലാഹ് അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. 39-ാം അധ്യായം 36. അല്ലാഹ് പോരെ, ഞങ്ങൾ പറയുന്നത് മതി. നിങ്ങളോ അള്ളാനെ വേണ്ട, ഞങ്ങൾക്ക് ഔലിയ, അതും മരിച്ചെന്ന് ഉറപ്പായോല. നിങ്ങൾ ഈ CM മടവൂരിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത് എന്താ അറിയോ? CM മടവൂർ മരിച്ച്, അപ്പം അദ്ദേഹം ആഗ്രഹിച്ച ഒരാൾ മയ്യത്ത് കുളിപ്പിക്കാൻ, അദ്ദേഹം ഒരാൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പം അദ്ദേഹം മയ്യത്തായി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോളിട്ടോ, ഇവിടെ നോക്കിയേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോളി. അപ്പം അദ്ദേഹം മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോൾ സന്തോഷ് ഇയ്യനാണല്ലേ, കുളിപ്പിച്ചാളാ. ഇനി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹലാല് തിന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, അരിയാഹാരം തിന്നിട്ടുണ്ടെങ്കിൽ, പെരിച്ചായി തലച്ചോറ് തിന്നിട്ടില്ലെങ്കിൽ ചിന്തിക്ക്. മരിച്ചുപോയ ഒരാൾ കണ്ണുറന്ന് മയ്യത്ത് കുളിപ്പിക്കുന്നത് നീയാന്ന് ചോദിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നോ പിന്നെ മയ്യത്താവൂലേ? പിന്നെ 3 മയ്യത്ത് നിസ്കാരം നടക്കൂലേ? ഇനി ഇവരാരാ ഈ ദുഷ്ടന്മാര്? CM ഒരു കണ്ണുറന്ന് സംസാരിച്ച് ചിരിച്ചിക്കെങ്കിൽ പിന്നെ മൂപ്പരെ മയ്യത്ത് നിന്ന് കുളിപ്പിക്കണമെങ്കിൽ CM അടവൂരിനോട് ഈ 3 എണ്ണത്തിന് എന്തുമാത്രം വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. ബലാലെ ജീവിച്ചിരിപ്പുണ്ട്, എന്നാലും എന്നെ ചത്തയിന് തുല്യാക്കി കൊണ്ടുപോയി കുഴിച്ചിടും. അങ്ങനെയാണോ? സത്യത്തിൽ CM അടവൂർ നിങ്ങൾ നിന്നിച്ച പോലെ ഈ ഭൂമിയിൽ ഒരു വർഗവും നിന്നിച്ചു. പൊന്നാര മക്കളെ, സമസ്തക്കാരങ്ങളും 2 കാലിലല്ലേ നടക്കണ്. നിങ്ങൾ തുണിയും കുപ്പായിട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? മരിച്ചു ഒരാൾ കണ്ണു തുറന്ന് നബീന്റെ നെറ്റിത്തടത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഉമ്മ വെച്ചപ്പോ ഞാൻ നബി എന്ത് വേണോ? അബൂബക്കറേ മോനെ, പൊന്നും മോനെ, ഖബറിൽ പോയാൽ ഞാൻ ദുനിയാവിൽ ജീവിച്ചിരുന്നതിനേക്കാളും എല്ലാ സദസ്സിലുണ്ടാവും. എനിക്കറിയോ, ഞാൻ ചാലിയത്ത് പോവും, ഞാൻ മലപ്പുറത്ത് പോവും, എല്ലാ സദസ്സിലും നബി ഉണ്ട് എന്നാ. ആ ക്ലിപ്പൊക്കെ ഇവിടെ ഉണ്ട്, ഇടാൻ നേരല്ല. ഞാൻ നബി എന്താ പറയണ്ടത്? ഉമറ ഇജ്ജ് ബേജാറാണ്ട, വെറുതെ ഒച്ചപ്പാടും പാടും ആയിട്ട് നടക്കാൻ. ഞാനിതാ ഖബർ നിങ്ങൾ പോരൂ, എണീറ്റ്
എല്ലാ സദസ്സിലും ഉണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വിഡ്ഢികൾ ആരാണ് നിന്നോട് ചോദിച്ചാൽ സമസ്തയിലെ മുസ്ലിയാക്കന്മാരാണ്. ലോകത്ത് യുക്തിവാദികളെക്കാൾ, ലോകത്തെല്ലാ വർഗത്തെക്കാളും ഏറ്റവും തലച്ചോറ് നഷ്ടപ്പെട്ട വർഗം ഈ പറഞ്ഞ സമസ്തയിലെ മൊയ്ലിയന്മാർ. എനിക്കതിലൊരു സംശയമില്ല. എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും നിന്ദ്യരാണെന്ന് ചോദിച്ചാൽ അത് ഈ വർഗമാണ്. ഞാൻ 1000 വട്ടം പറഞ്ഞു, എന്നെ കൊന്നാലും വെട്ടി നുറുക്കിയാലും ബോംബിട്ട് തകർത്താലും ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഇവിടുത്തെ വേറെ ആരും അത്ര വലിയ ശത്രുവല്ല. ഉസ്താദുമാർ നമ്മളെ, അത് അള്ളാഹ് പറഞ്ഞു സൂറത്ത് തൗബ, എന്റെ വകയല്ല, 34 അതിൽ പറയുന്നത് എന്താണ്? ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയകുലുന അംബാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഒലൊക്കെ മിണുങ്ങിക്കോളീന്നല്ല, ഒലെ സൂക്ഷിക്കണം. അധിക പേരും കള്ളന്മാരാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് നിങ്ങളെ ധനം തിന്നുന്നു. പോക്കറ്റില് ഒരുപാട് കിട്ടണം, കിട്ടിയാലേ ഇവർ ശരിയാവും. അത് മനസ്സിലാകണമെങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഓരോ പണ്ഡിതന്മാരെ നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങളുടെ സമ്പത്ത് തിന്നും, നിങ്ങൾക്ക് കറക്റ്റ് ദീന് പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ ദീന് നിങ്ങളെ തെറ്റിക്കും എന്നാ പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു സ്വർണവും വെള്ളിയും ഒരു കൂട്ടി വെക്കുന്നു, സക്കാത്ത് കൊടുക്കൂല. അള്ളാഹ് പറഞ്ഞ സത്യമാണ്. പുരോഹിതന്മാരെ കയ്യിലുള്ള സ്വത്ത് ലോകത്ത് ഒരാർക്കില്ല. അംബാനും ബിൽഗേറ്റ്സ് ഒക്കെ പുറകില. ഞാൻ വെറുതെ പറയില്ല. കാന്തപുരവും മോനും കൊണ്ടുനടക്കുന്ന സ്വത്തിന്റെ ആസ്തിയുടെ ബലം എന്താ നിങ്ങൾ മനസ്സിലാക്കി? ലോകത്തൊരു മൊയ്ലിയാര് അമ്മേ യൂസുഫ് അലിനേക്കാളും അംബാനിനേക്കാളും ബിൽഗേറ്റ്സിനേക്കാളും പണമുള്ള ആളാകുക ചെറിയ കാര്യം. നിങ്ങൾ വിചാരിച്ചോ അദ്ദേഹം എങ്ങാനവിടെ മരിച്ച അവിടെ നടക്കാൻ പോണോ? എന്താന്ന് എഴുതി അവിടെ വെച്ചോ, ഞാൻ പറഞ്ഞുതരാം എന്താ നടക്കാൻ പോണത്. അത്ര ഭീകരമാണ്. നബി ലോകത്തോട് വിട പറയുമ്പോ 7 ദീനാറ് ദാനം ചെയ്ത് 10 സെന്റ് അവസാനമുള്ളത് ദാനം ചെയ്ത് ജീവിച്ച് മരിച്ച ആളാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ലേ മുജാഹിദ് ബാലുശ്ശേരി പൈവേളിയിൽ വെച്ച് എന്താ സംസാരിച്ചത് എന്ന്. എന്നാൽ മുസ്ലിയാർ ഇവിടെ അതിവിദഗ്ധമായി ക്ലിപ്പ് മുറിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഈ രീതിയിൽ മുസ്ലിയാക്കന്മാർ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ വിഡ്ഢികൾ ഈ പുരോഹിതന്മാരാണ് എന്ന് കൃത്യമായി ഇതിലൂടെ ബോധ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.